ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൂവി 123. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ ബസ് സിമുലേറ്ററാണ്. നമ്മൾ ഇന്ന് കണ്ട ഇതാണ് ഇന്ത്യയിലെ മാപ്പ്. നമുക്ക് ഇന്ന് ഏത് റൂട്ടാണ് സജസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കേരളത്തിൽ ആ കൊച്ചി മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കേരളത്തിൻ്റെ കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂർ വഴിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങളെ ആരെങ്കിലും നമ്മളെ ബസ് കണ്ടെങ്കിൽ അതിൽ കയറി സഹായിക്കണം. നമ്മളിന്ന് KSRTC ആണ് എടുക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ പഴയ KSRTC ഇല്ല ഗൈസ്, നല്ല പുതിയ KSRTC ആണ്. കണ്ടാ പച്ചപ്പൈനെല്ലാം അടിച്ചിനി, പച്ചയും ഓറഞ്ചും വെള്ളയുമാണ് നമ്മുടെ ഇന്ത്യൻ്റെ കളറാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. ഇന്ത്യൻ്റെ പതാക കളറാണ് നമ്മൾ ഈ ബസ്സിന് അടിച്ചിട്ടുള്ളത്. ഇന്ത്യൻ കളർ ഇതാണ്. ഇന്ത്യക്ക് കളറില്ലല്ലോ, പതാകക്കല്ലേ കളറ്. ഗൈസ്, നമ്മൾ ബസ് അങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മളെ ഉദ്ഘാടനമാണ് ബസ്സിൻ്റെ. നമ്മൾ ആദ്യത്തെ ബസ് യാത്ര ചെയ്യുന്നത് ഈ ബസ് എടുത്തിട്ടാണ്. നമ്മൾ മുമ്പൊരു ബസ് എടുത്തിന്, പണ്ടത്തെ KSRTC. ആ KSRTC കിട്ടില്ലേനും, അത് ഓഫ് റോഡാണ് ഫുള്ള്. ഇതിപ്പോൾ പക്ഷേ ഡീസൻ്റാണ് ഗൈസ്. കണ്ടാ കാരണം നമ്മളെ നാഷണൽ ഹൈവേയിൽ ഇവിടെ നിർമ്മാണം പൂർത്തിയാകാണ്ട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പം പൂർത്തിയാകും അറിയില്ല, പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. നമുക്ക് അതിലോട്ടെല്ലാം ഓട്ടിക്കണം ഗൈസ്. നമുക്ക് ലോഡിങ് വന്നു, മാപ്പ് എന്തോ ആയിട്ട് ഗൈസ്. വീണ്ടും അങ്ങനെ നമ്മൾ ഡ്രൈവ് ടു കോയമ്പത്തൂർ, കോയമ്പത്തൂരിലേക്കെല്ലാം ഓട്ടിക്കുന്നു. ഞാൻ പറപ്പിച്ചു കൂടിയെന്ന്, പക്ഷേ ബസ് പറക്കാൻ കഴിയുന്നില്ല. അതാ കുഴപ്പം. പറപ്പിക്കാൻ കഴിഞ്ഞ് പറപ്പിച്ചുകൊണ്ട് പോയിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ ഗൈസ്. നമ്മൾ KSRTCൻ്റെ പുതിയ ബസ്സാണ്, പഴയ ബസ്സിനെ പോലെ ഒച്ചയൊന്നും കേൾക്കുന്നില്ല ഇപ്പം. അങ്ങനെ നല്ല സ്പീഡിൽ സ്മൂത്തിൽ പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ 2 ആൾക്കാരെ കയറ്റുള്ളൂ. KSRTCയിൽ ഇപ്പോൾ കയറാൻ പേടിയാണ്. നമ്മളിതാ സ്പീഡിൽ പോയിട്ട് ഏതെങ്കിലും തേങ്ങയിൽ പോയി തട്ടിക്കുക, ഏതെങ്കിലും വണ്ടിക്ക് പോയി തട്ടിക്കുക, എന്നിട്ട് അയാളമ്മ ഹോസ്പിറ്റലാക്കും. അയാളെല്ലാ KSRTCക്കാരും പണി. നമുക്കാണ് 140 കടന്നിട്ട് നമ്മൾ പോകുന്നത് ഗൈസ്. കണ്ട പിന്നെ ഗൈസ്, ഈ ബസ് എന്താണ് ബസ് ഏത് രജിസ്ട്രേഷൻ എന്നറിയില്ല. വെച്ചാൽ ഈ നമ്പർ പ്ലേറ്റ് ഇല്ലേ, ആ കൊച്ചിയിലത്താണോ അങ്ങനെ അറിയില്ല. അങ്ങനെ ഏതാണെന്നറിയില്ല, അതാണ് ഞാൻ പറയാൻ പോയത്. പിന്നെ നമ്മൾ അടിച്ച് ബ്രേക്ക് പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഇവിടുത്തെ എല്ലാ ബസ്സും ഇങ്ങനെ KSRTC എന്ത് തുരുമ്പിച്ച ബസ്സാടെ, എന്തൊരു ശരിയാക്കിക്കോടെ. ഒരു ബാക്കിൽ ചക്കപ്പോത്ത് എഴുതിനി, പ്ലീസ് ഓൺ ഓക്കെ, എന്താണ് പ്ലീസ്, അങ്ങനെ എന്തെല്ലോ എഴുതി വെച്ചിനി. അങ്ങനെ എന്തെല്ലോ എഴുതി വെക്കും. പക്ഷെ ഇവിടുത്തെ ഓട്ടോറിക്ഷ കിട്ടില്ല. പണ്ടത്തെ മറ്റേ സാധാ ഓട്ടോറിക്ഷ കാണുന്നില്ല ഗൈസ്. CNGൻ്റെ ഓട്ടോറിക്ഷയെ കാണുന്നുള്ളൂ, ഗ്യാസിൻ്റെ. പിന്നെ സൈഡിലോട്ടെല്ലാം ആൾക്കാർ ഇങ്ങനെ നടന്നു. ഈ ആൾക്കാരുടെ പ്രത്യേകം എന്ത് ചെയ്യാം, ആടെ തന്നെ നടന്നു കളിച്ചോണ്ടിരിക്കും. എന്ന് വെച്ചാൽ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാവും, വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ ആയിരുന്നു. വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകും. എന്താണെന്നറിയില്ല ഗൈസ്. പിന്നെ കുറേ ഗുഡ്സും വണ്ടി. അങ്ങനെ നമ്മളെ ബസ് മേടിച്ച പോലെ തന്നെയാണ് നമ്മളുള്ളത്. നമ്മൾ ആദ്യത്തെ ഇതാണ്. നമ്മളെ ഈ റൂട്ടിന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത്, എല്ലാവരും സഹകരിച്ച് നമ്മൾ ഈ ബസ്സിൻ്റെ റൂട്ടിനെ അങ്ങ് കൊണ്ടുപോകണം. പിന്നെ നമ്മൾ കുറേ ബസ്സെല്ലാം ഇറക്കിയിട്ട് കുറേ അടുത്തെല്ലാം എത്തിക്കുക ഗൈസ്. നമ്മൾ പേടിക്കണ്ട. ബസ് മേടിച്ചത് വല്ലാത്ത സംഭവമായി. അങ്ങനെ പറക്കും, തളിക, പേടിങ്ങി പോയി അടിക്കും, തളിക പറഞ്ഞു തീർന്നില്ല അടിച്ച്. ആ മഴ പെയ്യുന്നോണ്ടാണ്, മഴ പെയ്തിട്ട് ഫുള്ള് റോഡെല്ലാം ഫുള്ള് ഇതാണ്, സ്കിഡായി പോകുന്നു. ടയറെല്ലാം മാറ്റണം, പുതിയ ടയറെല്ലാം ഇട്ടില്ല. നമുക്ക് ഇത് ഇടണം, നല്ല ക്വാളിറ്റിയിൽ ടയറെല്ലാം ഇടണം. ഇങ്ങനെ തെന്നിപ്പോവാത്ത ടയറെല്ലാം ഇട്ടാണോ, എന്നാലേ ആവും.
ഗൈസ്. പിന്നെ ഇവിടെ ഭയങ്കര ട്രാഫിക് വന്നു, അതുകൊണ്ട് നമ്മൾ മണ്ണിലോട്ടല്ല ഓടിച്ചിട്ട് വന്നു, റോട്ട് മുന്നിലോട്ടൊന്നും ഇല്ല. ഇപ്പോൾ റോട്ടിലേക്ക് കയറിയ പാലെല്ലാം കണ്ട കിടിലം പാലം കീട് കീൻ്റെ മീനെ പിടിച്ചാലും നല്ല മഴക്കാലം. ഗൈസ് നമുക്ക് കോയമ്പത്തൂർ എത്താനായെന്ന് തോന്നുന്നു. നമ്മൾ കോയമ്പത്തൂർ എത്തിയ KSRTC ബസ്സിനും പ്രത്യേകതയാണ് കണ്ട. ബാക്കിൽ പോയി ഇപ്പോൾ ബാക്കിൽ പോയി KSRTC ഉണ്ട്. തുരുമ്പിച്ചാണെങ്കിൽ നല്ല കണ്ടീഷനിൽ ഓടും, അതാണ് ഇവിടുത്തെ KSRTC. പിന്നെ നമ്മൾ പറപ്പിച്ച് പോകുന്ന സ്ഥിതിക്ക് സ്കിഡായി പോകാൻ നോക്കണം, പക്ഷെ ആരും കയറുന്നില്ല ഗൈസ്. 2 ആൾക്കാർ കണ്ടിട്ട് നമ്മൾ കോയമ്പത്തൂർ പോയെ, കൊച്ചിയിൽ നിന്ന് ആരും കയറ്റില്ല. 2 ആള്, അത് ആരാന്നൊക്കെ അറിയില്ല, സുശീലേന്ന് തോന്നുന്നു ഗൈസ്, ആരാന്ന് പോലും അറിയില്ല. 2 ആൾക്കാരെ കയറ്റു, 2 ആൾക്കാർക്ക് ഇവർക്കെന്താ ഓട്ടോറിക്ഷ പിടിച്ച് തരും കോയമ്പത്തൂർ പോയിക്കോളെ. ഈ 2 ആൾക്ക് വേണ്ടി ചിലപ്പോൾ കൊണ്ട് ആരും കാണുന്നില്ല, ബസ്സിനുള്ള ആരും കാണുന്നില്ല. ഇതാണ് ഗൈസ് നമ്മളെ ബസ്. എങ്ങനെയുണ്ട്? പുതിയ KSRTC ആണ്. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ ബസ്സാണ്? എങ്ങനെയുണ്ട് ലുക്ക്? ഇതാണ് കേട്ടോ നമ്മൾ യൂണിഫോം വെള്ള കുപ്പായം കറുത്ത പാൻറ്റും. എങ്ങനെയുണ്ട്? പിന്നെ നമ്മൾ സ്കൂൾ പിള്ളേർക്ക് നമ്മൾ ഈ ബസ്സിലാകെ ഉറുപ്പ്യ എടുക്കുന്നുള്ളൂ, 2 ഉറുപ്പ്യ എല്ലാ ബസ്സിനെ പോലെ എടുക്കുന്നില്ല, ഉറുപ്പ്യേന്ന്. ഇത് ഈ ബസ്സിന് മാത്രം കിട്ടുന്ന ഒരു ഓഫറാണ്, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓഫർ ഗൈസ്. ഈ ബസ് ക്യാമറ ആംഗിൾ മാറ്റിയതാ, ഗിഡിലായിരുന്നു ബസ്, ദൂരത്തുനിന്ന് കാണുമ്പോൾ തന്നെ. ഓ ഗൈസ്, പിന്നെ ഈ ബസ്സിന് ചെറിയ കുഴപ്പം, ബ്രേക്ക് കുറച്ച് കുറവാണ്. അപ്പം പിന്നെ ആരെയും കയറിയാൽ എന്തായാലും പിന്നെ പറയണ്ടല്ലോ, ഏതെങ്കിലും ഇങ്ങനെ തോട്ടിലായിട്ട് കിടക്കുന്നുണ്ടാവും. അവൻ അങ്ങനെയല്ല, അവസാനം കോയമ്പത്തൂർ എത്തിയെന്ന് പറഞ്ഞു. കുറേ പീടിയുണ്ട്, രാജേഷി, മജേഷി, കമല ജ്വല്ലറി, അങ്ങനെ മറ്റ് കുറേ കാണുന്നുണ്ട്. പക്ഷേ കൊച്ചിയിൽ ഒരു ബോർഡിലും മലയാളത്തിൽ എഴുതി കണ്ടിട്ടില്ല, ഒരു പീടിൻ്റെ ബോർഡും. വേറെ പീടിൻ്റെ ബോർഡ് ഇംഗ്ലീഷ് ഹിന്ദിയാക്കി മാറ്റി. അവിടെ മലയാളികളെ ഈ പീടിയത്തെ ബോർഡിൽ ഇതാക്കണം. കൈസ് നമ്മൾ ട്രാഫിക്കെല്ലാം കുറച്ച് റൂൾസെല്ലാം പാലിച്ചതാണ്. നോക്കുമ്പോൾ നേരെ സീബ്ര ലൈനിൻ്റെ മേലെ പോയി നിർത്തി. ഗൈസ് നമ്മൾ അങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട്, വണ്ടി ചെറുതായി അവിടെ പോയി അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ബസ് സ്റ്റോപ്പ് കണ്ടിരിക്കുക. നമുക്ക് മാപ്പിൻ്റെ മേലെ നോക്കി കാണാം, ഇവിടെ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഉള്ളിലത്തെ ക്യാമറ ശരിയാവും, പുറമേലുള്ള ക്യാമറ ശരിയാവില്ല. ബസ് സ്റ്റോപ്പ് എത്താനായെന്ന് അറിയണം, ബസ് സ്റ്റോപ്പ് എത്താനായോ എത്തിയിട്ടുണ്ട്. 2 ആൾക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് നമുക്ക് കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വന്നിന്. 2 ആൾക്ക് വേണ്ടിയിട്ട് എത്ര പൈസ നഷ്ടമാവില്ല ഗൈസ്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലെത്തി വണ്ടി അവിടെ പാർക്ക് ചെയ്യണം. നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിലാണ് എത്തിയിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോ കാണുന്നവർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എന്നാൽ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയെടുത്തില്ല, എന്നാൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.